ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ് വി എൻ്റർടൈൻമെൻ്റ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെയുള്ളത് നമ്മുടെ ഏറ്റവും പുതിയ XUV 300യുടെ W4 എന്ന് പറഞ്ഞൊരു വേരിയൻ്റാണ്. അപ്പോൾ നേരത്തെ ആണെന്നുണ്ടെങ്കിൽ W4 എന്നൊരു വേരിയൻ്റാണ് ഏറ്റവും ബേസ് മോഡലാണ് കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ നിലവിൽ അങ്ങനെയല്ല, W4 എന്ന വേരിയൻ്റ് അല്ല, ഇതിന് താഴെ മറ്റൊരു വേരിയൻ്റ് കൂടി മഹീന്ദ്ര കൊണ്ടുവന്നിരുന്നു, W2 എന്നൊരു വേരിയൻറ്റ്. നിലവിൽ നമുക്ക് W2 എന്നതാണ് ഒരു ബേസ് മോഡലായിട്ട് കൺസിഡർ ചെയ്യുന്നൊരു വേരിയൻറ്റ്. ഇത് W4 എന്ന സെക്കൻഡ് വേരിയൻ്റ് ആയിട്ടാണ് ഇപ്പോൾ നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. പിന്നൊരു പ്രത്യേകത, നമുക്ക് ഈ ഒരു മോഡലിൽ സൺറൂഫ് നമുക്ക് അവൈലബിൾ ആണ്. അതായത് ഏറ്റവും ബേസ് മോഡൽ W2വിനകത്ത് നമുക്ക് സൺറൂഫോ റൂഫ് റെയിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരത്തില്ല. ഇത് W4 ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് സൺറൂഫ് എക്സ്ട്രാ വരുന്നുണ്ട്, റൂഫ് റെയിൽ നമുക്ക് എക്സ്ട്രാ വരുന്നുണ്ട്, അകത്ത് സൺഗ്ലാസ് ഹോൾഡർ, അതുപോലെ തന്നെ 2 ലൈറ്റ് കൂടി എക്സ്ട്രാ വരുന്നുണ്ട്. പിന്നെ ആ ഒരു സൺബ്ലൈനിലും ഒരു മിറർ കൂടി വരുന്നുണ്ട്. ഇത്രയും മാത്രമാണ് വ്യത്യാസം വരുന്നത്. ഈ ഒരു W2, W4 എന്നീ വേരിയൻറ്റുകൾ തമ്മിൽ ഏകദേശം ഒരു 4 വ്യത്യാസങ്ങൾ. വേറെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു ദൃഷ്ടിയിൽ ഇത് മാത്രമാണ് ഞാൻ കണ്ടത്. ഇതിനൊരു പ്രൈസ് വ്യത്യാസം എന്ന് പറയുന്നത്, W2 എന്നൊരു വേരിയൻറ്റ് നമുക്ക് പെട്രോളിൽ മാത്രമേ കിട്ടുകയുള്ളൂ. അതിന് ഏകദേശം 9,65,000 രൂപ ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു W4 എന്ന വേരിയൻറ്റ് ഇത് നമുക്ക് ഡീസലിലും വരുന്നുണ്ട്, അതുപോലെ തന്നെ പെട്രോളിലും വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു പെട്രോൾ വേരിയൻ്റ് ആണെന്നുണ്ടെങ്കിൽ 10,06,000 ഓൺ റോഡ് പ്രൈസ് വരുന്നു. അതായത് ഒന്നുകൂടെ കേട്ട് കഴിഞ്ഞോ, 965 ഏറ്റവും ബേസ് മോഡലും ഈ വേരിയൻറ്റ് വരുമ്പോഴത്തേക്ക് 10,06,000. അപ്പോൾ ആ ഒരു പ്രൈസ് വ്യത്യാസത്തിന് 41,000 രൂപ വ്യത്യാസത്തിനാണ് ഈ ഒരു റൂഫ് റെയിൽ, സൺ റൂഫ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് എക്സ്ട്രാ കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നമുക്കൊരു വാല്യൂ ഫോർ മണി ആയിട്ട് നമുക്ക് ആ ഒരു 40,000 രൂപ ആ റേഞ്ചിൽ നമുക്ക് വർത്ത് തന്നെയാണ് ആ ഒരു സൺ റൂഫും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. കാര്യം പുറത്ത് കൊണ്ടുപോയി സൺ റൂഫ് ഒന്നും ചെയ്യുന്ന കാര്യം നടപ്പോശമല്ല. ഒരു 1.5 ലക്ഷം രൂപയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വാഹനം ഇറക്കിക്കൊണ്ട് പോകാനായിട്ട് പറ്റും. വേറെ മെയിനായിട്ടുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു വാഹനത്തെക്കുറിച്ച് ഹൈലൈറ്റ് ആയിട്ട് ഇൻട്രൊഡക്ഷനിൽ എടുത്ത് പറയേണ്ട കാര്യമൊന്നും തന്നെ വരുന്നില്ല. ഇനി എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് നോക്കണം. അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പോപ്പുലറിൽ നിന്നാണ്. നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കൊല്ലം പോപ്പുലർ എന്നാണ്, നമ്മുടെ പോപ്പുലറാണ് ഡീലർഷിപ്പ് എടുത്തിരുന്നത് മഹീന്ദ്രയുടേത്. അപ്പോൾ ഇവിടെ പുതിയ ഷോറൂമാണ്, അപ്പോൾ യാർഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ എന്താ പറയുക, പിക്കപ്പ് സെഗ്മെൻറ്റിലേക്ക് വരുന്ന സർവീസ് സെൻ്ററാണ്, അതിൻ്റെ സൈഡിലാണ് നമ്മൾ നിൽക്കുന്നത്. അവിടെ തന്നെയാണ് യാർഡും വരുന്നത്. അപ്പോൾ നമുക്ക് കൊല്ലത്ത് നമ്മുടെ കോയിക്കൽ എന്നാണ് ആ ഒരു സ്ഥലപ്പേര് വരുന്നത്. അവിടെ തന്നെ നമുക്ക് സർവീസും സെയിൽസും എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല സ്റ്റോക്ക് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. താഴെ നമ്പർ നൽകിയിട്ടുണ്ട്, പ്രിൻസ് എന്നാണ് നമ്മുടെ എക്സിക്യൂട്ടീവിൻ്റെ പേര്. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രിൻസിനെ വിളിച്ചാലും മതി. മറ്റേത് വാഹനത്തെക്കുറിച്ച് അറിയാനും നിങ്ങൾക്ക് പ്രിൻസിനെ വിളിക്കാം. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഡെലിവറിയും കാര്യങ്ങൾ കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ കിടക്കുന്ന വാഹനം ഫ്രീ സ്റ്റോക്ക് വാഹനമാണ്. വേണം എന്നുള്ള കസ്റ്റമേഴ്സിന് കയ്യോടെ തന്നെ വാഹനം ബുക്ക് ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കി എടുക്കാവുന്നതാണ്. വേറെ കാര്യങ്ങളൊന്നും നമുക്ക് പറയേണ്ടതൊന്നുമില്ല. താഴത്തെ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു. പ്രിൻസ് എന്നാണ് നമ്മുടെ എക്സിക്യൂട്ടീവിൻ്റെ പേര്, നമ്മുടെ കൂട്ടാനാണ്. പ്രിൻസിനെ വിളിച്ചാൽ മതി. മഹീന്ദ്രയുടെ എന്ത് കാര്യത്തിനും പ്രിൻസിനെ നിങ്ങൾക്ക് വിളിക്കാം. ഇനി EV വേണമെങ്കിലും പ്രിൻസിനെ വിളിക്കാം. വേറെ ഒന്നുമില്ല, നമുക്കിനി ഡിസൈനിലേക്ക് കടക്കാം. ഈ ഒരു ഡിസൈൻ വശം പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നമ്മൾ പഴയ വാഹനമൊക്കെ എങ്ങനെയാണ് അതുപോലെ തന്നെയാണ്. ഇപ്പോൾ ടോപ്പ് എൻഡും ഈ ഒരു ബേസ് മോഡലും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിന് ഗ്രില്ലിൽ നിന്ന് തന്നെ തുടങ്ങാം. ഗ്രില്ലിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ ടോപ്പ് എൻഡൊക്കെ ആണെങ്കിൽ ക്രോൺ ട്രീറ്റ്മെൻറ്റുകളൊക്കെ കാണാൻ പറ്റും. ഇതിനകത്ത് പിയോണോ ബ്ലാക്ക് ഫിനിഷും ഇവിടെ ഒരു ഗ്ലോസി ഫിനിഷും മാത്രമാണ് ഈ ഒരു എൻട്രി ലെവൽ മോഡലായതുകൊണ്ട് നൽകിയേക്കുന്നത്. അവിടെ നിന്ന് ലാമ്പിലേക്കൊക്കെ വരുന്ന സമയത്ത് നോർമൽ ഹാലജൻ ടൈപ്പ് ലാമ്പ് വാഹനത്തിൽ നൽകിയത്. അതിൽ തന്നെ നമുക്ക് ടേൺ ഇൻഡിക്കേറ്റർ കൂടി നമുക്ക് അവൈലബിൾ. താഴ്ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് ഫോഗ് ലാമ്പ് നമുക്ക് നൽകിയിട്ടില്ല. നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ഫോഗ് ലാമ്പ് നിങ്ങൾക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ DR നമുക്ക് അവൈലബിൾ അല്ല, ബേസ് മോഡൽ വാഹനമാണ്. DR നമുക്ക് എക്സ്ട്രാ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. പക്ഷേ ഫോഗ് ലാമ്പ് കൺഫേം ആയിട്ട് നിങ്ങൾക്ക് എക്സ്ട്രാ ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ആ ഒരു എയർ ഡാം യൂണിറ്റൊക്കെ നൽകിയിട്ടുണ്ട്. അവിടെ ഒന്നും പ്രത്യേകിച്ച് മാറ്റങ്ങളും കാര്യങ്ങളൊന്നും വരുന്നില്ല. ആ ഒരു സ്കിപ്പ് ലൈറ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ രണ്ടാമത് ആഡ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ വേറെ മേജറായിട്ടുള്ള മിസ്സിങ്ങോ കാര്യങ്ങളൊന്നും ഈ ഒരു വാഹനത്തിൽ വരുന്നില്ല. അത്യാവശ്യം നീറ്റായിട്ട് തന്നെ ഫോഗ് ലാമ്പ് മാത്രം ചെയ്യേണ്ട ആവശ്യമേ വരുന്നുള്ളൂ. സൈഡിലേക്ക് വരാം. ഈ സൈഡ് പ്രൊഫൈൽ നമുക്ക് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു വീൽ ബേസിലേക്ക് വരുന്ന സമയത്ത് ഏകദേശം എനിക്കൊരു 2600 mm ഈ ഒരു വാഹനത്തിന് നമുക്ക് വീൽ ബേസ് അവൈലബിൾ ആണ്. ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ വീൽ ബേസ് ഇരുന്നൊരു വാഹനം നമ്മുടെ ഈ കിടക്കുന്ന XUV 300 ആണ്. ഏകദേശം 3995 mm ലെങ്ത് വരുന്നുണ്ട്, 1829 വിക്തും, 1627 mm ഹൈറ്റും, 2600 mm വീൽ ബേസും, 180 mm ഗ്രൗണ്ട് ക്ലിയറൻസും നമുക്ക് ഈ ഒരു വാഹനത്തിന് നമുക്ക് അവൈലബിൾ ആണ്. അവിടെ തന്നെ ടയറിലേക്ക് വരാം. ടയറിലേക്ക് വരുന്ന സമയത്ത് നോർമലി വരുന്ന വീൽ കപ്പ് അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, അലോയ് വീൽ നമുക്ക് അവൈലബിൾ അല്ല. നിങ്ങൾക്ക് അലോയ് എക്സ്ട്രാ നിങ്ങൾ ചെയ്യേണ്ടി വരും. നമ്മുടെ മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ ലോഗാണ് ഈ ഒരു പോർഷനിലായിട്ട് വരുന്നുണ്ട്. ടോപ്പനിലേക്കൊക്കെ പോകുന്ന സമയത്ത് ടയർ സൈസിലൊന്നും വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. 205/65 R16 ആണ്. 16 ഇഞ്ച് ടയർ വരുന്നത് അത്യാവശ്യം പ്രൊഫൈൽ ചെയ്യുന്ന ടയറാണ്. നല്ലൊരു ക്യാരക്ടർ ലെൻസൊക്കെയാണ്. ഈ ഹുഡിൻ്റെ പോർഷനൊക്കെ നോക്കിയാൽ നല്ല ക്യാരക്ടർ ലെൻസ് വരുന്നുണ്ട്. ഫ്രണ്ടറിൻ്റെ പോർഷൻ നോക്കിയാലും ക്യാരക്ടർ ലെൻസ് അവൈലബിൾ ആണ്. ഫ്രണ്ടറിൽ തന്നെയാണ് ടേൺ ഇൻഡിക്കേറ്റർ കമ്പനി പ്ലേസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ മിററിലേക്ക് വരുന്ന സമയത്ത് കണ്ട ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് നമുക്ക് ആ ഒരു ബോഡി കളർ തന്നെ മിററിൽ നൽകിയിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഡോർ ഹാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ ബോഡി കളറാണ് ഡോർ ഹാൻഡിൽ നൽകി, ബ്ലാക്ക് ഫിനിഷ് നൽകിയിട്ടില്ല. അത് നല്ലൊരു കാര്യം. റൂഫിൽ അവൈലബിൾ ആണ്, ഓൾറെഡി എടുത്തു പറഞ്ഞു.
പിന്നെ നമ്മൾ ഓവറോൾ ഈ ഒരു സൈഡ് പ്രൊഫൈൽ നോക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പോരാമായിട്ട് പറയുന്നത് നല്ലൊരു വീൽ കപ്പ് ഇട്ടാലും മതി, അതിൽ അലോയ് വേണമെന്ന് നിർബന്ധമുള്ളവർക്ക് അലോയും ചൂസ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട് നോക്കിയ സമയത്ത് ഫോഗ് ലാമ്പ് എക്സ്ട്രാ ചെയ്യണം. ഇവിടെ നമ്മൾ നോക്കിയപ്പോൾ എന്താണ് അലോയ് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി, പ്രത്യേകിച്ച് നിർബന്ധങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ഒരു പോർഷനിലൊക്കെ അത്യാവശ്യം നല്ലൊരു ഡിസൈൻ എലമെൻ്റൊക്കെ നൽകിയിട്ടുണ്ട്, കട്ടിങ് കാര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. അവിടെ തന്നെ റിയർ സൈഡിലേക്ക് വരാം. റിയർ സൈഡ് നോക്കി കഴിഞ്ഞാൽ ആ ഒരു മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ ലോഗോ നൽകിയിട്ടുള്ളത് കാണാം, LED ടെയിൽ ലാമ്പ് നൽകിയിട്ടുള്ളത് കാണാം, XUV 300 എന്നൊരു ബാഡ്ജിങ് നൽകിയിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പം നമുക്ക് ആ ഒരു ബമ്പർ നല്ലൊരു വലിപ്പം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ പ്ലേറ്റ് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കൊടുത്ത് എക്സ്ട്രാ ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ ഒരു സെൻസർ വരുന്നുണ്ട് ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട്, അതുകൊണ്ട് ബൂട്ട് ഓപ്പൺ ചെയ്യേണ്ട കാര്യം പാടൊന്നുമില്ല. മോശമല്ലാത്ത രീതിയിൽ ബൂട്ട് സ്പേസ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ പ്രത്യേകത ഇത് നമുക്ക് ഇളക്കിയെടുത്ത് കുറച്ച് ഹൈറ്റ് കൂട്ടിയോ കുറച്ചൊക്കെ നമുക്ക് ഈ ഒരു പാനലിലേക്ക് കൂടെ വേണമെങ്കിൽ നമുക്ക് ഇടാം. ആ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെയായിട്ടാണ് സ്പെയർ ടയറും കമ്പനി പ്ലേസ് ചെയ്തിട്ടുള്ളത്. 60/40 അല്ല, ബെഞ്ച് ഫോൾഡിംഗ് ആണ് സീറ്റിൽ നൽകിയിട്ടുള്ളത്. വേറെ കാര്യങ്ങളൊന്നും ഈ റിസൾട്ടിൽ പറയാനായിട്ടൊന്നുമില്ല. ഈ ഒരു പാർഷ്യൽ ഡ്രൈവ് ഓപ്ഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ചെയ്യാവുന്നതാണ്. വലിയ പേയ്മെൻറ്റ് തന്നെ ആവാൻ സാധ്യതയില്ല. വേറെ കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു റിയർ സൈഡിൽ പറയാനായിട്ടൊന്നുമില്ല. റിയർ സൈഡിലും പ്രത്യേകിച്ച് പോരായ്മകളൊന്നുമില്ല. നിങ്ങൾ ഈ ഒരു ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റത്തിലേക്കൊക്കെ പോകണം. അത് റിവേഴ്സ് ക്യാമറ എക്സ്ട്രാ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. വെച്ചാൽ നല്ലതായിരിക്കും. വലിയ പേയ്മെൻ്റ് ഒന്നും വരത്തില്ല അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അകത്തേക്ക് വരാം. അകത്ത് നമുക്ക് ഈ ഒരു കീ ഇട്ട് നമുക്ക് ലോക്ക് വരുന്നുണ്ട്. ഈ ഒരു കീ ഇട്ട് ലോക്ക് ആക്കി കഴിഞ്ഞാൽ എല്ലാ ഡോറും നമുക്ക് ലോക്ക് ആവുന്നുണ്ട്. ഈ ഒരു റിമോട്ടിൽ നമുക്ക് ലോക്കിങ് നമുക്ക് അവൈലബിൾ അല്ല. ഇതാണ് നമ്മുടെ കീ വരുന്നത്. കണ്ടോ, രണ്ട് കീയും ഒരുപോലെ തന്നെയാണ് മഹീന്ദ്ര നൽകിയിട്ടുള്ളത്. അകത്തേക്ക് പോകുന്ന സമയത്ത് 4 ഡോർ പവർ വിൻഡോ നമുക്ക് ഈ ഒരു മോഡലിൽ നമുക്ക് അവൈലബിൾ ആണ്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. മിറർ നമുക്ക് ഫോൾഡിങ് നമുക്ക് അവൈലബിൾ അല്ല, ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. ആ ഒരു പവറിൻ്റെ ബട്ടനെ കണ്ടോ, നല്ല രസമുണ്ട് കാണുന്നതിന് വേണ്ടിയിട്ട്. നല്ല സ്റ്റോറേജ് സ്പേസും ഉണ്ട്. ഒരു വൈറ്റ് കളർ കൂടിയൊക്കെ നൽകിയിട്ടുണ്ട്. ഉണ്ട് 2 കപ്പ് ഹോൾഡറൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ വെക്കാനായിട്ട് സാധിക്കും. അകത്തേക്ക് പോകുന്ന സമയത്ത് ഇവിടെ ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഇപ്പോൾ എല്ലാ വണ്ടിക്കും വരുന്നതാണ്. എടുത്ത് പറയേണ്ട കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇവിടെ കുറച്ച് ഡമ്മിയാണ് ഇതൊക്കെ. എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ നിങ്ങൾ ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉപയോഗിക്കാവുന്നതാണ്. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നില്ല. സ്റ്റിയറിംഗ് നമുക്ക് ഹൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് അകത്തേക്ക് കയറി അകത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അത് നമുക്ക് സ്റ്റിയറിംഗിലേക്ക് വരാം. സ്റ്റിയറിംഗിലേക്ക് വരുന്ന സമയത്ത് കേട്ടോ പ്രത്യേകിച്ച് കൺട്രോൾസും കാര്യങ്ങളൊന്നും വരുന്നില്ല, വരാൻ സാധ്യതയും വരുന്നില്ല. നിങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് പോകുന്ന സമയത്ത് ഫുള്ളി ഡിജിറ്റൽ ഒന്നുമല്ല ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വരുന്നത്. ചെറിയ പോർഷൻ മാത്രമേ നമുക്ക് ഡിജിറ്റലായിട്ട് നൽകിയിട്ടുണ്ട്. അത്യാവശ്യം ഇൻഫർമേഷൻസും കാര്യങ്ങളെല്ലാം നമുക്ക് അതിനുള്ളിൽ തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അത് കളർ കോമ്പിനേഷനൊക്കെ കാണാം, ബ്ലൂ റെഡ് ആ രീതിയിൽ വരുന്നുണ്ട്. ഡാഷ്ബോർഡ് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു ടോപ്പ് എൻഡ് വാഹനത്തിലേക്ക് എങ്ങനെയാണ് ആ ഒരു രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം നമുക്ക് അവൈലബിൾ അല്ല, ആ ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രാ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതിനും വലിയ പേയ്മെൻ്റ് ഒന്നും വരത്തില്ല. ആഫ്റ്റർ മാർക്കറ്റാണ് ചെയ്യുന്നതുണ്ടെങ്കിൽ ചെറിയ പേയ്മെൻറ്റ് ഒരു 10-15 രൂപയ്ക്ക് അകത്ത് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഷോറൂമിൽ ഒന്ന് അന്വേഷിച്ച് നോക്കുക എന്താണ് റേറ്റ് വരുന്നത് എന്നുള്ളത്. അത് താഴേക്ക് പോകുന്ന സമയത്ത് ആ എയർ ബാഗ് ഓഫ് ചെയ്യേണ്ട ഓപ്ഷൻ ആസാഡിൻ്റെ കൺട്രോളൊക്കെ നൽകിയിട്ടുണ്ട്. ഇത് നമുക്ക് സ്റ്റിയറിങ്ങിൻ്റെ എന്താ പറയുക ഡ്രൈവ് മോഡുകളെന്നൊക്കെ പറഞ്ഞാൽ ഒരു സ്റ്റിയറിങ്ങിൻ്റെ മോഡുകൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. 3 മോഡ് നമുക്ക് അവൈലബിൾ ആണ്. സ്പോർട്ട് വരുന്നുണ്ട്, കംഫോർട്ട് വരുന്നുണ്ട്, അത് നോർമൽ വരുന്നുണ്ട്. ഈ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ആ കാര്യങ്ങളൊക്കെ ലോഗോ പുതു നൽകിയിട്ടുള്ളത് കാണാം. താഴേക്ക് പോകുന്ന സമയത്ത് AC-യുടെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മാക്സ് AC, അതായത് മാക്സിമം പെട്ടെന്ന് തന്നെ വാഹനം കൂളാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണ് അത് നൽകിയിട്ടുള്ളത്. നെക്സോണിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ചാർജിങ് സോക്കറ്റ് 2 വരുന്നത് 12 വാട്ട്സിൻ്റെ ഒരു ചാർജിങ് സോക്കറ്റ് വരുന്നുണ്ട്. 6 സ്പീഡ് ഗിയർ ബോക്സ് നമുക്ക് അവൈലബിൾ ആണ്. ആംബ്രസ്റ്റ് ഒന്നും വരുന്നില്ല. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് കമ്പനി നൽകിയിട്ടുണ്ട്. ഈ ഒരു പോർഷനിലും സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഗ്ലോ ബോക്സിനും നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു പോർഷനായിട്ട് മിറർ വരുന്നുണ്ട്. കേട്ടോ, സൺഗ്ലാസ് ഹോൾഡർ, 2 ലൈറ്റ്, അതുപോലെ തന്നെ സൺറൂഫ് നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ ഓൾറെഡി എടുത്തു പറഞ്ഞു. മറ്റേ ഞാൻ പറഞ്ഞു ഈ ഒരു ഇതിൻ്റെ തൊട്ട് താഴെയുള്ള വേരിയൻറ്റിൽ ഈ ഒരു സൺഗ്ലാസ് ഹോൾഡർ വരില്ല, ലൈറ്റ് വരില്ല. അതുപോലെ തന്നെ ഈ ഒരു സൺറൂഫ് നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല. പിന്നെ ഈ ഒരു മിററും ഈ ഒരു ലൈറ്റും കൂടി നമുക്ക് ആ ഒരു വേരിയൻറ്റിൽ നമുക്ക് ആരും അവൈലബിൾ ആയിരിക്കില്ല. ഇത്രയുമാണ് നമുക്ക് ആ ഒരു 40,000 കൊടുക്കുമ്പോൾ ഒരു വ്യത്യാസം വരുന്നത്. പിന്നെ വേറെ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു പോർഷനിൽ നമുക്ക് പറയാനായിട്ടൊന്നുമില്ല. അത്യാവശ്യം മോശമല്ലാത്ത രീതിയിൽ തന്നെ കമ്പനി ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് റിയർ സീറ്റിലേക്ക് കയറി അവിടുത്തെ കാര്യങ്ങളോടൊന്ന് നോക്കാം. നമുക്ക് ആ ഒരു വീൽ ബേസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു 2600 mm. അതുള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ സ്പേസ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. സർവീസ് ബുക്കും കാര്യങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്. കണ്ടോ, നല്ല രീതിയിൽ സ്പേസ് അവൈലബിൾ ആണ്. നല്ല കംഫർട്ടായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. സെൻറ്റർ ടണലൊന്നും വലിയ ഹൈറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല. അതുകൊണ്ട് നല്ല കംഫർട്ടാണ്. സെൻറ്ററായിട്ട് ഒരു ലൈറ്റ് കൂടി നൽകിയിട്ടുണ്ട്. വേറെ കാര്യങ്ങളൊന്നുമില്ല. 3 പേർക്കും അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് ഈ ഒരു വാഹനത്തിൽ നമുക്ക് ഇരിക്കാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ ഒരു വേറൊരു കാര്യം പറഞ്ഞില്ല, നമുക്ക് ഈ ഒരു സീറ്റ് ബെൽറ്റ് കണ്ടോ, ഇത് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് മിസ്സായി പോകുന്നൊരു ഫീച്ചറാണ്. അത് നല്ലൊരു കാര്യം തന്നെയാണ് ഈ ഒരു ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നൽകിയിട്ടുള്ളത്. ഇനി നമുക്ക് എഞ്ചിനൂടെ നോക്കിയിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇത് ഞാൻ പറഞ്ഞു ഈ ഒരു വേരിയൻറ്റ് ഡീസലിനും പെട്രോളിനും നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ തൊട്ട് താഴത്തെ വേരിയൻറ്റ് ഞാൻ പറഞ്ഞു പെട്രോളിൽ മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. ഇതിൻ്റെ എഞ്ചിൻ ബേ നോക്കാം.
സ്പേസും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്നൊക്കെ ഒന്ന് നോക്കാം. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, വുഡിന് നല്ല വെയിറ്റാണ് കേട്ടോ ഉയർത്തുന്നതിന് വേണ്ടിയിട്ട്. എഞ്ചിൻ്റെ സമയത്ത് നമ്മളിപ്പോൾ നിലവിൽ ഈ എടുത്തിട്ടുള്ള വാഹനം ഡീസൽ എഞ്ചിനാണ് ഇതിനുള്ളിൽ കമ്പനി നൽകിയിട്ടുള്ളത്. അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ പെർഫോമൻസ് തരുന്ന ഒരു വാഹനമാണ്. ഏകദേശം 300 Nm നമുക്ക് ടോർക്ക് നമുക്ക് ഈ ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. അതുതന്നെ എഞ്ചിനിലേക്ക് വരുന്ന സമയത്ത് 1.5 ആണ് ടർബോ ഡീസൽ എഞ്ചിനാണ് വരുന്നത്. 116 HP 300 Nm. പെട്രോൾ ആണെങ്കിൽ 1.2 ലിറ്റർ സിലിണ്ടർ 110 HP 200 Nm ടോർക്ക് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഡീസൽ എഞ്ചിൻ ആയതുകൊണ്ടാണ് ഒരുപാട് സ്പേസും കാര്യങ്ങളൊന്നും ഇല്ലാത്തത്. പെട്രോൾ എഞ്ചിൻ ആണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. കവറിങ്ങും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. കവറിങ്ങും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെ എല്ലാം പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇൻസുലേഷൻ വരുന്നുണ്ട്. ഒരുപാട് നോയ്സ് ഒന്നും നമുക്ക് അകത്തേക്ക് വരികയില്ല. അപ്പോൾ കണ്ടല്ലോ, ഇത്രയുമാണ് 300യുടെ വിശേഷങ്ങൾ. വേരിയൻ്റ് ഏതാണെന്നുള്ള തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹസാർഡ് ഇട്ടേക്കോണെന്ന് അല്ലല്ല, ഡോർ തുറന്നുകൊണ്ടാണ്. അപ്പോൾ വേരിയൻറ്റിനെ കുറിച്ച് പറഞ്ഞു, പ്രൈസിനെ കുറിച്ച് പറഞ്ഞു, ഡീലർഷിപ്പ് ഏതാണെന്നുള്ളത് പറഞ്ഞു. പോപ്പുലറാണ് വരുന്നത്. താഴെ നമ്പർ നൽകിയിട്ടുണ്ട്. പ്രിൻസ് എന്നാണ് നമ്മുടെ സുഹൃത്തിൻ്റെ പേര്. പ്രിൻസിനെ വിളിച്ചാൽ മതി. കൂടുതൽ ഡീറ്റെയിൽസ് പ്രിൻസ് പറഞ്ഞു തരുന്നതായിരിക്കും. ബുക്ക് ചെയ്യാൻ നിൽക്കുന്ന കസ്റ്റമർ കയ്യോടെ തന്നെ വാഹനം ബുക്ക് ചെയ്യാൻ നോക്കുക. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സൺറൂഫ് ഉള്ളൊരു വാഹനം അത്യാവശ്യം വാല്യൂ ഫോർ മണി തന്നെയാണെന്ന് എൻ്റെ ഒരു അഭിപ്രായം. അത്യാവശ്യം നല്ല സ്പേസ് വരുന്നുണ്ട്. സേഫ്റ്റി റേറ്റിംഗ് വരുന്നൊരു വാഹനമാണ്. 1-2 കാര്യങ്ങൾ ചെയ്താൽ മതി. ഒരു ഫോഗ് ലാമ്പും ചെയ്ത്, ഒരു അലോയ് വീലും ചെയ്ത്, ഒരു ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റമോടെ ചെയ്ത് കഴിഞ്ഞാൽ വാഹനം പെർഫെക്റ്റ് ആണ്. വേറെ ഒന്നും നിങ്ങൾ എക്സ്ട്രാ ചെയ്യേണ്ടി വരുന്നില്ല. ഒരു സെൻട്രൽ ലോക്ക് കൂടി. ഇത്ര നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിന് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ്. വേറെ മഹേന്ദ്രയുടെ ഏത് വാഹനത്തെക്കുറിച്ച് അറിയാനും നിങ്ങൾക്ക് പ്രിൻസിനെ വിളിക്കാവുന്നതാണ്. ഡീറ്റെയിൽസ് പ്രിൻസ് പറഞ്ഞു തരും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതുപോലെ ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ട് നമ്മൾ അടുത്തൊരു ദിവസം വരും. അതുപോലെ എല്ലാവർക്കും ബൈ.